ഹലോ എവരിവൺ. അപ്പോൾ എൻ ഡി എയിൽ നിന്നും ഏറ്റവും പുതിയ പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട്. ഓക്കെ, 25-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. അതിൽ 25-ാം തീയതി നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ഓൾറെഡി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ വിവരങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. 26-ാം തീയതി നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് കൂടെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൽ അയക്കാനുള്ള ഐഡിയും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എൻ ഡി എയിലേക്ക് സിറ്റി മാറ്റിത്തരാനോ അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷം എന്തെങ്കിലും രീതിയിൽ മാറ്റത്തിനായിട്ട് മെയിൽ അയക്കേണ്ടതില്ല. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഓൾറെഡി ഉള്ള സെൻറ്ററിൽ എത്തിയിട്ടായിരിക്കും നിങ്ങൾക്ക് ആ മാറ്റം ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനി മുതൽ മെയിൽ അയക്കേണ്ടതില്ല. അത് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, 26-ാം തീയതി നടക്കുന്ന പരീക്ഷയിൽ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് വരുന്നുണ്ട്, മ്യൂസിക് വരുന്നുണ്ട്, പോപ്പുലേഷൻ സ്റ്റഡീസ് വരുന്നുണ്ട്, ഫോറൻസിക് സയൻസ് വരുന്നുണ്ട്, അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് വരുന്നുണ്ട്. ഓക്കെ, അത് ഫസ്റ്റ് ഷിഫ്റ്റിലാണ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഷിഫ്റ്റിൽ പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്, ഇന്ത്യൻ കൾച്ചർ വരുന്നുണ്ട്, അഡൽട്ട് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ലഭിക്കും. ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, സെക്യൂരിറ്റി പിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് 25, 26 തീയതികളിൽ നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആണ്. അഡ്മിറ്റ് കാർഡ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനി മുതൽ ആരും തന്നെ എൻ ഡി എയിലേക്ക് മെയിൽ അയക്കേണ്ടതില്ല. കാരണം അഡ്മിറ്റ് കാർഡ് റിലീസായി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു രീതിയിലും സിറ്റിയോ അല്ലെങ്കിൽ സെൻറ്ററോ മാറ്റി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നിങ്ങൾ ഓൾറെഡി അയച്ചു കഴിഞ്ഞ് ഏതെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന സെൻറ്ററിൽ എത്തിയതിന് ശേഷമായിരിക്കും അതറിയാൻ സാധിക്കുക. ഓക്കെ, യാതൊരു രീതിയിലും പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ളവർക്ക് വേണമെങ്കിൽ ഇനിയും മെയിൽ അയച്ച് നോക്കാം, അല്ലെങ്കിൽ അവരെ വിളിച്ച് നോക്കാം. അല്ലാതെ പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ആരും തന്നെ ഇനി എൻ ഡി എയിലേക്ക് മെയിൽ അയക്കേണ്ടതില്ല. ആ കാര്യം ഓർത്തു വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.